Today we are going to discuss about Adaptive Differential Pulse Code Modulation or ADPCM. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു PCM സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ ഇൻഫർമേഷൻ സിഗ്നലിനെ അല്ലെങ്കിൽ നമ്മളുടെ സ്പീച്ച് സിഗ്നലിനെ കോഡ് ചെയ്യുന്നത് 64 kbps എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് റേറ്റിലാണ്. സോ നോർമൽ PCM സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഈ 64 kbps റേറ്റിലായിരിക്കും. ഈ ഒരു 64 kbps റേറ്റിൽ വരുന്ന ആ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലാർജ് ബാൻഡ് വിഡ്ത്ത് ഉള്ള ഒരു ചാനൽ വേണം. പക്ഷേ എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് ഒരു ലാർജ് ബാൻഡ് വിഡ്ത്ത് ഉള്ള ചാനൽ അവൈലബിൾ ആയിരിക്കില്ല. സോ ആ കേസിൽ നമുക്ക് ഒരു ലോവർ ഡേറ്റ റേറ്റിൽ നമ്മുടെ ഇൻഫർമേഷനെ കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. അതായത് ഈ 64 kbps പകരം 32 kbps അല്ലെങ്കിൽ 16 kbps അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 4 kbps ഒക്കെ കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് വേണം. അങ്ങനെ ലോ ഡേറ്റ റേറ്റിൽ കോഡ് ചെയ്യുമ്പോൾ അവിടെ സിഗ്നൽ ക്വാളിറ്റി കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. നമ്മൾ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ 64 kbps നമുക്ക് കിട്ടിയ ആ ഒരു സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് ലോവർ ഡേറ്റ റേറ്റ് കേസിലും കിട്ടണം. സോ ലോവർ ഡേറ്റ റേറ്റിൽ കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് PCM സിസ്റ്റത്തിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ക്വാളിറ്റി കുറഞ്ഞു പോകാതെ ലോ ഡേറ്റ റേറ്റിൽ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ യൂസ് ചെയ്യേണ്ടി വരും. സോ 64 kbps കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനേക്കാൾ കോംപ്ലക്സ് സർക്യൂട്ട് ആയിരിക്കും 32 kbps കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് വരുന്നത്. അതേപോലെ തന്നെ 32 kbps കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ട് ആയിരിക്കും 16 kbps കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് വരുന്നത്. അങ്ങനെ ദെൻ ലോ ഡേറ്റ റേറ്റിൽ കോഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ട് എയിംസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ, we need to remove redundancies from the speech signal as far as possible, and second one, we need to assign the available bits to code the non-redundant part of the speech signal in a perceptually efficient manner. നമ്മളുടെ സ്പീച്ച് സിഗ്നലിലെ റിഡണ്ടന്റ് പാർട്ട് ആദ്യം നമുക്ക് റിമൂവ് ചെയ്യണം. ദെൻ നോൺ റിഡണ്ടന്റ് പാർട്ടിനെ അവൈലബിൾ ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡ് ചെയ്യും. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ADPCM സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് അഡാപ്റ്റീവ് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സ്പീച്ച് കോഡിംഗ് ചെയ്യുന്നത് 32 kbps റേറ്റിലാണ്. ഈ ഒരു 32 kbps റേറ്റിൽ നമ്മൾ സ്പീച്ച് കോഡിംഗ് ചെയ്യുന്നത് അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ ആൻഡ് അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. സോ ADPCM സിസ്റ്റത്തിൽ നമ്മൾ ഈ ഒരു അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ ആൻഡ് അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ ടെക്നിക്സ് കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്പീച്ച് സിഗ്നലിനെ ഈ ഒരു 32 kbps റേറ്റിൽ കോഡ് ചെയ്യുന്നത്. ഈ അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ ആൻഡ് അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് the number of 8 bits per sample required in the standard PCM is reduced to 4. 64 kbps റേറ്റിൽ നമ്മുടെ സ്പീച്ച് സിഗ്നലിനെ കോഡ് ചെയ്യുന്ന നമ്മുടെ ബേസിക് PCM സിസ്റ്റത്തിൽ 8 ബിറ്റ്സ് പെർ സാമ്പിൾ കേസാണ് വരുന്നത്. ദെൻ നമ്മൾ ഈ ഒരു അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ ആൻഡ് അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഈ ADPCM സിസ്റ്റത്തിൽ 4 ബിറ്റ്സ് പെർ സാമ്പിൾ കേസാണ് അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ADPCMൽ 32 kbps റേറ്റിൽ ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ദെൻ ഹിയർ ദി ടേം അഡാപ്റ്റീവ് മീൻസ് ബീയിങ് റെസ്പോൺസീവ് ടു ചേഞ്ചിങ് ലെവൽസ് ആൻഡ് സ്പെക്ട്രം ഓഫ് ദി ഇൻപുട്ട് സ്പീച്ച് സിഗ്നൽ. നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ആ ഒരു ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഇൻപുട്ട് സിഗ്നലിന്റെ ചേഞ്ചിന് അഡാപ്റ്റീവ് ആയിട്ടാണ് നമ്മളിവിടെ ക്വാണ്ടൈസേഷനും പ്രെഡിക്ഷനും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ ആൻഡ് അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്വാണ്ടൈസേഷനും പ്രെഡിക്ഷനും എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല നടക്കുന്നത്. ഇറ്റ് ഈസ് ടൈം വേരിയിങ്. ആൻഡ് അതെങ്ങനെയാണ് വേരി ചെയ്യുന്നത്? നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ആ ഒരു വേരിയേഷന് അഡാപ്റ്റീവ് ആയിട്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ADPCM കേസിൽ വരുന്ന അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷന്റെ കേസ് ഡിസ്കസ് ചെയ്യാം. The adaptive quantization refers to a quantizer that operates with a time-varying step size delta of NTS, where TS is the sampling period. ഈ അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല, അത് ഒരു ടൈം വേരിയിങ് സ്റ്റെപ്പ് സൈസ് ആണ് വരുന്നത്.
നമ്മളുടെ ഇൻപുട്ട് സിഗ്നലിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിന് അഡാപ്റ്റീവായിട്ട് ആ ഒരു സ്റ്റെപ്പ് സൈസ് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ആക്ച്വലി ദി സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ഓഫ് എൻ ടി എസ് ഈസ് വേരിഡ് സോ ആസ് ടു മാച്ച് ദി വേരിയൻസ് സിഗ്മ എം സ്ക്വയർ ഓഫ് ദി ഇൻപുട്ട് സാമ്പിൾ എം ഓഫ് എൻ ടി എസ്. നമ്മളുടെ ഇൻപുട്ട് സാമ്പിളിന്റെ ആ ഒരു വേരിയൻസിന് മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിലാണ് സ്റ്റെപ്പ് സൈസ് ഇവിടെ വേരി ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ റെപ്രസെന്റ് ദി സ്റ്റെപ്പ് സൈസ് ആസ് delta of NTS is equal to phi into sigma m cap of NTS, where phi is a constant and sigma m cap of NTS is an estimate of the standard deviation sigma m of NTS, and we know the standard deviation is the square root of variance sigma m square. സോ ഈ ഒരു അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ കേസിൽ നമ്മുടെ ക്വാണ്ടൈസറിന്റെ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലിന്റെ ആ ഒരു വേരിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഫോർ എ നോൺ സ്റ്റേഷനറി ഇൻപുട്ട് sigma m of NTS is time varying. Hence, the problem of adaptive quantization according to equation delta of NTS equal to phi into sigma m cap of NTS is one of computing the estimate sigma m cap of NTS continuously. നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു നോൺ സ്റ്റേഷനറി സിഗ്നൽ ആണ് വരുന്നത്. ആ ഒരു നോൺ സ്റ്റേഷനറി സിഗ്നലിന് ഈ സിഗ്മ എം ഓഫ് NTS എന്ന് പറയുന്നത് ടൈം വേരിയിങ് ആണ്. സോ ഇതിനനുസരിച്ചിട്ട് നമ്മളുടെ സ്റ്റെപ്പ് സൈസും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ സിഗ്മ എം ഓഫ് എൻ ടി എസിന്റെ ആ ഒരു എസ്റ്റിമേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഒരു അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വരുന്ന മെയിൻ ജോബ് എന്ന് പറയുന്നത് ഈ സിഗ്മ എം ഓഫ് എൻ ടി എസിന്റെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഈ സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് കണ്ടിന്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ക്വാണ്ടൈസറിന്റെ ആ ഒരു സ്റ്റെപ്പ് സൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ the implementation of equation delta of NTS equal to phi into sigma m cap of NTS may proceed in one of the two ways. First one, adaptive quantization with forward estimation or AQF. In this AQF method, the unquantized samples of the input signal are used to derive forward estimates of sigma m of NTS. ഈ AQF മെത്തേഡിൽ നമ്മൾ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള ആ ഒരു സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് AQF മെത്തേഡിൽ നമ്മൾ സിഗ്മ എം ഓഫ് എൻ ടി എസിൻ്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് adaptive quantization with backward estimation or AQB. In this AQB method, the samples of the quantizer output are used to derive backward estimate of sigma m of NTS. സോ ഈ AQB മെത്തേഡിൽ നമ്മൾ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ടാണ് സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. AQF മെത്തേഡിൽ നമ്മൾ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ്, അതായത് നമ്മളുടെ പ്രാക്ടിക്കൽ സാമ്പിളറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ സാമ്പിൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ AQB മെത്തേഡിൽ നമ്മൾ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള ആ സാമ്പിൾ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് AQB മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ രണ്ട് കേസിന്റെയും ബ്ലോക്ക് ഡയഗ്രാംസ് പഠിക്കാനായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ AQF മെത്തേഡിന്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ വിത്ത് ഫോർവേഡ് എസ്റ്റിമേഷൻ. ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ദിസ് AQF സ്കീം റിക്വയർസ് ദി യൂസ് ഓഫ് എ ബഫർ to store the unquantized samples of the input speech signal needed for the learning period. നമ്മൾ ഒരു പർട്ടിക്കുലർ ലേണിംഗ് പീരീഡിൽ ഈ ഒരു ബഫറിൽ നമ്മുടെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസിനെ ബഫർ ചെയ്യും.
ദെൻ ആ ബഫേർഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് ഈ ലെവൽ എസ്റ്റിമേറ്റർ സിഗ്മ എം ഓഫ് എൻ ടി എസിന്റെ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ആ എസ്റ്റിമേറ്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ദ സാമ്പിൾസ് ആർ റിലീസ്ഡ് ഫ്രം ദി ബഫർ. ദെൻ ആ സാമ്പിൾസ് നമ്മുടെ ക്വാണ്ടൈസർ സെക്ഷനിലേക്കും എൻകോഡർ സെക്ഷനിലേക്കും പോകും. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് ആദ്യം നമ്മളുടെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസിനെ ബഫർ ചെയ്യണം. ആ ഒരു ബഫേർഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് ലെവൽ എസ്റ്റിമേറ്റർ സിഗ്മ എം ക്യാപ്പ് ഓഫ് എൻ ടി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ കാൽക്കുലേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ബഫർ ചെയ്തു വെച്ചിരിക്കുന്ന സാമ്പിൾസിനെ റിലീസ് ചെയ്യും. ദെൻ ഇവിടെ ലെവൽ എസ്റ്റിമേറ്ററിന്റെ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന ആ എസ്റ്റിമേറ്റ് വാല്യൂ വെച്ചിട്ട് ക്വാണ്ടൈസർ അതിന്റെ സ്റ്റെപ്പ് സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു അഡാപ്റ്റീവ് സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഇവിടെ ഒരു എൻകോഡർ സെക്ഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു രീതിയിലാണ് ഫിഗർ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒരു ക്വാണ്ടൈസറും എൻകോഡറും വരുന്നുണ്ട്. അതിൽ ആ ഒരു ക്വാണ്ടൈസറിൽ ക്വാണ്ടൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് സൈസ് ആണ് നമ്മൾ ഈ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കേസിൽ നമ്മൾ റിസീവർ സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ റിസീവർ സൈഡിൽ ഈ ഒരു സെയിം ഇൻഫർമേഷൻ തന്നെ ഉണ്ടെങ്കിലേ നമ്മളുടെ ആക്ച്വൽ ഇൻഫർമേഷനെ ഇവിടെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മളുടെ ട്രാൻസ്മിറ്റർ സൈഡിൽ അഡാപ്റ്റീവ് ആയിട്ട് എങ്ങനെയാണോ ആ ഒരു സ്റ്റെപ്പ് സൈസ് ചേഞ്ച് ചെയ്തത് അതേ രീതിയിൽ തന്നെ റിസീവർ സൈഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. പക്ഷേ നമുക്ക് റിസീവർ സൈഡിൽ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് അവൈലബിൾ അല്ല. ഈ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പിളറിന്റെ ഔട്ട്പുട്ടിൽ വരുന്നതാണ്. അത് നമുക്ക് ട്രാൻസ്മിറ്റർ സൈഡിൽ മാത്രമേ ഉള്ളൂ. റിസീവർ സൈഡിലേക്ക് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത് ആ ക്വാണ്ടൈസ്ഡ് സാമ്പിൾസിനെ എൻകോഡ് ചെയ്തിട്ടാണ് നമ്മൾ റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത്. സോ റിസീവർ സൈഡിൽ നമുക്ക് അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് അവൈലബിൾ അല്ല. സോ നമുക്ക് അവിടെ ഈ ട്രാൻസ്മിറ്റർ സൈഡിൽ ചെയ്തതുപോലെ നമ്മുടെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഈ ഒരു കേസിൽ നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ എസ്റ്റിമേറ്റ് ചെയ്തെടുത്ത വാല്യൂസ് റിസീവർ സൈഡിലേക്ക് ചാനൽ വഴി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഈ ഒരു കേസിൽ ഒരു അഡീഷണൽ സൈഡ് ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 5 to 6 ബിറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മളുടെ ഇൻഫർമേഷൻ സിഗ്നൽ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു 5 to 6 ബിറ്റ് ഈ ഒരു സ്റ്റെപ്പ് സൈസ് സാമ്പിൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ വെൻ വി കൺസിഡർ ആൻ AQF മെത്തേഡ്, the use of AQF requires the explicit transmission of level information to a remote decoder and thereby burdening the system with additional side information that has to be transmitted to the receiver. Also, a processing delay on the order of 16 milliseconds for speech in the encoding operation results from the use of AQF. ഈ ഒരു AQF സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നമ്മളുടെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസിനെ ബഫർ ചെയ്ത് വെക്കണം. ദെൻ ആ ബഫേർഡ് വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ദെൻ ആ ഒരു എസ്റ്റിമേഷൻ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ ബഫർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സാമ്പിൾസിനെ നമ്മൾ റിലീസ് ചെയ്യുന്നത്. സോ ഈ എൻകോഡറിൽ ഒരു പ്രോസസ്സിംഗ് ഡിലേ അവിടെ ഒക്കർ ചെയ്യും. ദെൻ ഇത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു സൈഡ് ഇൻഫർമേഷൻ കൂടി റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യേണ്ടിയും വരും. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത് നമ്മുടെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. സോ ദിസ് എസ്റ്റിമേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ക്വാണ്ടൈസേഷൻ നോയ്സ് ആൻഡ് ഹെൻസ് ദി സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ഓഫ് NTS obtained from AQF is more reliable than that of AQB. Then the problems of level transmission, buffering and delay intrinsic to AQF are all avoided in AQB. Because in AQB, recent history of the quantizer output is used to extract information for the computation of the step size delta of NTS. AQBയിൽ നമ്മൾ ക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. സോ ആ ഒരു കേസിൽ ഈ AQFൽ വരുന്ന ഈ ഒരു സൈഡ് ട്രാൻസ്മിഷന്റെയും ബഫറിങ്ങിന്റെയും ഡിലേയുടെയും പ്രോബ്ലംസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രാക്ടിക്കലി നമ്മൾ കൂടുതലും AQB ആണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് നമുക്ക് ഈ AQBയുടെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷൻ വിത്ത് ബാക്ക്വേർഡ് എസ്റ്റിമേഷൻ കേസിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ടാണ് എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുന്നത്.
സോ അതുകൊണ്ട് തന്നെ നമുക്ക് റിസീവർ സൈഡിലേക്ക് ആ ഒരു സൈഡ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം റിസീവർ സൈഡിലും നമുക്ക് ആ ഒരു ക്വാണ്ടൈസ്ഡ് സാമ്പിൾ വാല്യൂസ് അവൈലബിൾ ആണ്. സോ റിസീവർ സൈഡിൽ അത് യൂസ് ചെയ്തിട്ട് ലെവൽ എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു സൈഡ് ഇൻഫർമേഷൻ ട്രാൻസ്മിഷൻ ഈ ഒരു കേസിൽ വരുന്നില്ല. ദെൻ AQF മെത്തേഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബഫറിംഗ് സെക്ഷനും ഈ ഒരു കേസിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻകോഡറിൽ ഒരു പ്രോസസ്സിംഗ് ഡിലേയും ഒക്കർ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് AQFന്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോബ്ലംസും ഈ AQB മെത്തേഡിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആൻ അഡാപ്റ്റീവ് ക്വാണ്ടൈസർ വിത്ത് ബാക്ക്വേർഡ് എസ്റ്റിമേഷൻ റെപ്രസെന്റ്സ് എ നോൺ ലീനിയർ ഫീഡ്ബാക്ക് സിസ്റ്റം. Hence, it is not obvious that the system will be stable. However, if the quantizer input m of NTS is bounded, then the backward estimate sigma m cap of NTS and the corresponding step size delta of NTS are also bounded. And under such condition, the system is indeed stable. Okay, AQF മെത്തേഡിൽ വരുന്ന അഡീഷണൽ ബേർഡൻസ് കാരണം പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ AQB മെത്തേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ അഡാപ്റ്റീവ് ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന അഡാപ്റ്റീവ് പ്രെഡിക്ഷന്റെ കേസ് നോക്കാം. ദ യൂസ് ഓഫ് അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ ഇൻ ADPCM ഈസ് ജസ്റ്റിഫൈഡ് ബിക്കോസ് സ്പീച്ച് സിഗ്നൽസ് ആർ ഇൻഹെറന്റ്ലി നോൺ സ്റ്റേഷനറി. ഹെൻസ് ദി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആൻഡ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് സ്പീച്ച് സിഗ്നൽസ് ആർ ടൈം വേരിയിങ് ഫംഗ്ഷൻസ് ഓഫ് ദെയർ ആർഗ്യുമെന്റ്സ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ ഡിസൈൻ ഓഫ് predictors for such input should likewise be time varying, that is adaptive. നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു നോൺ സ്റ്റേഷനറി സിഗ്നലാണ് വരുന്നത്. സോ അതിന്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ടൈം വേരിയിങ് ആണ്. സോ അത് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രെഡിക്ഷനും വേരി ചെയ്യണം. സോ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ടിന് അഡാപ്റ്റീവ് ആയിട്ട് ആ ഒരു പ്രെഡിക്ഷൻ വേരി ചെയ്യുന്ന അഡാപ്റ്റീവ് പ്രെഡിക്റ്റർ നമ്മൾ യൂസ് ചെയ്യണം. Then, as with adaptive quantization, there are two schemes for performing adaptive prediction. First one, adaptive prediction with forward estimation known as APF. In this APF, the unquantized samples of the input signal are used to derive estimates of the predictor coefficients. Then second method എന്ന് പറയുന്നത് adaptive prediction with backward estimation or APB. In this APB, samples of the quantizer output and the prediction error are used to derive estimates of the predictor coefficients. Okay, so APF സ്കീമിൽ നമ്മൾ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ട്രാൻസ്മിറ്റർ സൈഡിലുള്ള ആ ഒരു സാമ്പിളറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള ആ സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് APF മെത്തേഡിൽ നമ്മൾ പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ APB മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഒരു ക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അഡാപ്റ്റീവ് പ്രെഡിക്ഷന്റെ കേസിലായാലും അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷന്റെ കേസിലായാലും നമ്മൾ ഫോർവേഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതേസമയം ഈ രണ്ട് കേസുകളിലും ബാക്ക്വേർഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത് ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ വിത്ത് ഫോർവേഡ് എസ്റ്റിമേഷൻ കേസിന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഈ ഒരു APF മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ക്വാണ്ടൈസേഷന്റെ കേസിൽ അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷന്റെ കേസിൽ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളൊരു ബഫർ യൂസ് ചെയ്യണം. ആ ഒരു ബഫർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസിനെ നമ്മൾ ബഫർ ചെയ്യുന്നു. ദെൻ അത് യൂസ് ചെയ്തിട്ട് പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു ബഫർ ആൻഡ് പ്രെഡിക്റ്റർ കോഎഫിഷ്യൻ കാൽക്കുലേറ്റർ സെക്ഷൻ ആണ് ആദ്യം വന്നിരിക്കുന്നത്. ദെൻ ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ബഫേർഡ് സാമ്പിൾസിനെ റിലീസ് ചെയ്യും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആ ഒരു പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് ഈ ഒരു പ്രെഡിക്റ്ററിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രെഡിക്റ്റർ നമ്മളുടെ ഈ ഒരു ഇൻപുട്ടിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് പ്രെഡിക്റ്റർ ഈസ് അഡാപ്റ്റീവ് ടു ഇൻപുട്ട്. ദെൻ
ഇവിടെയും നമ്മൾ അഡാപ്റ്റീവ് ക്വാണ്ടൈസേഷന്റെ കേസിലെ AQF മെത്തേഡിൽ പറഞ്ഞതുപോലെ റിസീവർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ റിസീവർ സൈഡിൽ നമുക്ക് അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് അവൈലബിൾ അല്ല. സോ റിസീവർ സൈഡിന് ഈ പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ ഈ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഈ പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് റിസീവർ സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു കൊടുക്കണം. സോ ഈ APF മെത്തേഡിൽ ഒരു അഡീഷണൽ സൈഡ് ഇൻഫർമേഷൻ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു കേസിലും നമ്മൾ AQF മെത്തേഡിൽ പറഞ്ഞ ആ പ്രോബ്ലംസ് ഒക്കർ ചെയ്യും. അതായത് ബഫറിംഗ് ഉണ്ട്, അത് കാരണം വരുന്ന ഒരു പ്രോസസ്സിംഗ് ഡിലേ ഉണ്ട്, ദെൻ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആ ഒരു എസ്റ്റിമേഷൻ റിസീവർ സൈഡിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ദെൻ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് APB മെത്തേഡിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം APB മെത്തേഡിൽ ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു ക്വാണ്ടൈസ്ഡ് സാമ്പിൾ വാല്യൂസ് യൂസ് ചെയ്തിട്ടായിരിക്കും പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ക്വാണ്ടൈസ്ഡ് സാമ്പിൾ വാല്യൂസ് ആർ അവൈലബിൾ ഇൻ ദി റിസീവർ സൈഡ് ഓൾസോ. സോ റിസീവറിന് ആ ക്വാണ്ടൈസ്ഡ് സാമ്പിൾ വാല്യൂസ് യൂസ് ചെയ്തിട്ട് അവിടെ പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ആ ഒരു കേസ് നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് APB സ്കീം. അതിന്റെ ട്രാൻസ്മിറ്റർ സൈഡ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ അൺക്വാണ്ടൈസ്ഡ് സാമ്പിൾസ് യൂസ് ചെയ്തിട്ടല്ല, ക്വാണ്ടൈസറിന്റെ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്ന ക്വാണ്ടൈസ്ഡ് സാമ്പിൾ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഈ പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി ആർ യൂസിങ് എ ലോജിക് ഫോർ അഡാപ്റ്റീവ് പ്രെഡിക്ഷൻ. നോർമലി നമ്മളുടെ LMS അൽഗോരിതം, നമ്മളുടെ ലീസ്റ്റ് മീൻ സ്ക്വയർ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ റിസീവർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റിസീവർ സൈഡിലെ ഡീകോഡറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂസ് അവൈലബിൾ ആയിരിക്കും. സോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ട്രാൻസ്മിറ്റർ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തതുപോലെ റിസീവർ സൈഡിലും നമുക്ക് പ്രെഡിക്റ്റർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇൻ APB സ്കീം the optimum predictor coefficients are estimated on the basis of quantized and transmitted data. They can therefore be updated as frequently as desired, say from sample to sample. Accordingly, APB is the preferred method of prediction for ADPCM. So ADPCM നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ അതിൽ AQB മെത്തേഡും APB മെത്തേഡും ആണ് യൂസ് ചെയ്യുന്നത്. ആ AQB ആൻഡ് APB മെത്തേഡിന്റെ ആ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീച്ച് സിഗ്നലിനെ 32 kbps റേറ്റിൽ കോഡ് ചെയ്യുന്നത്. So the LMS algorithm for the predictor and an adaptive scheme for quantizer based on equation delta of NTS is equal to phi into sigma m cap of NTS have been combined in a synchronous fashion for the design of both the encoder and decoder. Then the performance of this combination is so impressive at 32 kbps that ADPCM is now accepted internationally as a standard coding technique for voice signals along with 64 kbps using standard PCM.